ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. തട്ടുകടയിലൊക്കെ കിട്ടുന്ന മുളക് ബജിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ 6 ബജി മുളക് എടുത്തിട്ടുണ്ട്. ഇത് 2 പീസാക്കി എടുക്കാം. ഇതുപോലെ 2 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളയാം. മുളകിന് ഭയങ്കര എരിവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എരിവ് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ കുരു കളയാതെ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴും ഇതുപോലെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. മുഴുവനായിട്ട് കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. കുരു കളഞ്ഞെടുത്തിട്ടും മുളകിന് നല്ല എരിവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. എരിവ് ഇഷ്ടമുള്ളവർ ഇങ്ങനൊന്നും ചെയ്യണ്ട. മുളക് കഴുകി എടുത്തിട്ട് അങ്ങനെ മാവിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളവരാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള അത്രയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, നന്നായിട്ട് ചതച്ചതാണിത്. നന്നായി ചതച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് മാവ് റെഡിയാക്കി എടുക്കാം. മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ബജി മുളക് ഇതിൽ മുക്കുന്ന സമയത്ത് നന്നായിട്ട് കോട്ടായി വരണം. ഇതുപോലെ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഓരോ ബജി മുളകും മാവിൽ മുക്കിയ ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതെടുക്കാം. അപ്പോൾ നമ്മുടെ മുളക് ബജി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക.